ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ നമ്മൾ കളിക്കാൻ പോണ ഗെയിമാണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ് നമ്മളിന്ന് കളിക്കാൻ പോണ ഗെയിം. അതിന് ഷിൻചാനാണെങ്കിൽ അവിടെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്, നമ്മളെ ഷിൻചാൻ അപ്പുറത്ത് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതായിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഷിൻചാന് വേണ്ടി ഒരു സർപ്രൈസ് കൊടുക്കാൻ പോണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അയ്യോ വീന്ന് ഗൈസ്, വീണ്ടും നമ്മൾ മുറുക്കാൻ തുപ്പിയിട്ടുണ്ട്. നമ്മൾ ഫ്രാങ്ക്ലിൻ മുറുക്കാൻ തുപ്പിയ അപ്പം തന്നെ ചാർജൊക്കെ ആവും കേട്ടോ. മുറുക്കാൻ തുപ്പിയാൽ അപ്പം തന്നെ ചാർജാവും. അപ്പോൾ നമ്മളത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഷിൻചാനെ നമ്മൾ വന്നിട്ട് ഇതുവരെ നമ്മൾ ടൂർ കൊണ്ടുപോയിട്ടില്ല, അത് സത്യമല്ലേ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഷിൻചാനെ നമ്മൾ ബീച്ചിൽ കൊണ്ടുപോകാൻ പോകുന്നു ഗൈസ്. എവിടെ ബീച്ചിൽ കൊണ്ടുപോകാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷിൻചാനൊക്കെ വിളിക്കാം. ഷിൻചാനെ അതന്നെ ഷിൻചാൻ വന്നിട്ടുണ്ട്, നമ്മളെ ഷിൻചാനൊക്കെ വന്നിട്ടുണ്ട്. ഷിൻചാനെ നമ്മളിന്ന് എവിടെ പോകണമെന്നാൽ നമ്മളിന്ന് ബീച്ചിൽ പോകാൻ പോണ്. അത് തന്നെ ഷിൻചാനെ, നമ്മൾ ബീച്ചിലൊക്കെ പോകാൻ പോണു. ബീച്ചിലൊക്കെ പോയിട്ട് അടിച്ചു പൊളിക്കാൻ നമ്മൾ പോകുന്നു. ഷിൻചാനെ, നമ്മൾ പിന്നെ എന്തിനാ നമ്മൾ ലംബോർഗിനി കാർ മേടിച്ചത്? നമ്മൾ ഇന്നലെ ലംബോർഗിനി കാർ മേടിച്ചത്. പിന്നല്ലാതെ നമ്മൾ ലംബോർഗിനി കാറിലേ പോവുള്ളൂ, ഡിഫൻഡറിൽ നമ്മൾ പോകണില്ല. ഡിഫൻഡർ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഡിഫൻഡറിലൊക്കെ പോവാം. ഇപ്പം നമുക്ക് ലംബോർഗിനി കാറിൽ തന്നെ പോവാം. ഓക്കെ ഷിൻചാനെ, നീ കാറൊന്നും അടിച്ച് പൊട്ടിക്കണ്ട, നമുക്ക് പോവാം. അതിനു മുന്നേ നിനക്കേ ഈ നീന്തൽ നിനക്കറിയാമോ? അറിഞ്ഞൂടെ? അതൊന്നും കുഴപ്പമില്ല ഷിൻചാനെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഇങ്ങനെ നീന്തിയാൽ മതി. നിന്നെ ഞാൻ അത്രയ്ക്ക് ആഴോട്ട് അങ്ങ് അറ്റമൊന്നും ഞാൻ കൊണ്ടുപോകണില്ലല്ലോ. ജസ്റ്റ് ഒന്ന് നീന്തുക, വരിക, അത്രയല്ലേ ഉള്ളൂ. അങ്ങൊന്നും നിന്നൊന്നും കൊണ്ടുപോകില്ല. നീ വാ, ഇതേപോലെ നീന്തണം ഗൈസ്. ഇതേപോലെ നീന്താൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ ഗൈസ്? ഓ, ഇന്ന് എന്ത് സുഖം ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങേ, ഈ ചൂടൊക്കെ ആയതുകൊണ്ട് അല്ലേടാ ഷിൻചാനെ? എടാ ചുമ്മാ എന്നെ നാണം കെടുത്താതാ. എടാ നമുക്കിപ്പോൾ പോണ്ടേ, നമുക്കിപ്പം സ്വിമ്മിംഗ് പൂളിൽ പോണ്ടേ? ഓടാ ശരി, അതല്ല സ്വിമ്മിംഗ് ബീച്ച്. ഞാൻ അറിയാൻ സംസാരിച്ചപ്പോൾ തെറ്റിപ്പോയി, സോറിയടേ. ഒന്ന് വണ്ടി കയറാം ഷിൻചാനെ, നമുക്ക് പോവാം. ഓക്കെ ഷിൻചാനെ, നമുക്ക് പോവാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി എടുത്തോണ്ട് നമുക്ക് നേരെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ബീച്ചിലോട്ട് നമുക്ക് പോവാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ വളഞ്ഞ് പോവാം. ഇങ്ങോട്ടാണ് നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ബീച്ച്. അതുകൊണ്ട് വേറെ വിഷയമല്ല, നമുക്ക് എപ്പോഴാണോ വരാം, അതൊന്നും കുഴപ്പമില്ല ഗൈസ്. വണ്ടിയൊക്കെ അവിടെ തിരിഞ്ഞോടിക്കുന്നു. എടാ അതന്നെ ബീച്ച് എത്തി. നമ്മൾ ബീച്ച് ഇവിടെ എത്തി ഗൈസ്. നമ്മൾ ബീച്ചിലോട്ട് അങ്ങ് പോവാം. ഷിൻചാനെ വെറുതെ പിടിച്ചിരുന്നോ, നമുക്കൊരു ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ. ഓ, ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ സൈഡിലോട്ട് ചെച്ചൊന്ന് വെള്ളത്തിലൊന്ന് നമുക്ക് ലംബോർഗിനി ഇറക്കി വെക്കുക. ഇത്ര ഇറക്കാം നമുക്ക്. ഇനി ഷിൻചാനെ ഇനി ഇറങ്ങടാ. നീ ഇറങ്ങിയ അതിനു മുന്നേ? ഷിൻചാനെ നീ വാ, ഈ വെള്ളത്തിലിറങ്ങാം. വാ, ഈ വെള്ളത്തിൽ എന്തൊരു തണുപ്പടാ ഷിൻചാനെ. വാടാ, ഇതേപോലെ നീന്തണമെങ്കിൽ. എടാ നീ എന്തിനാണ് എൻ്റെ കൂടെ വന്നത്? ഞാൻ ഇവിടെ തറന്ന് കുളിക്കുമ്പോൾ നീ എന്തിനാ എൻ്റെ സൈഡിലോട്ട് വരണ? അതുകൊണ്ടല്ലേടാ മുങ്ങിപ്പോ. ഇങ്ങോട്ട് വാ, ഇത് കുഴപ്പമില്ല, ഇങ്ങോട്ട് വാ. ഓക്കെ ഷിൻചാനെ, വാ ഷിൻചാനെ, വാ. നമ്മൾ നേരത്തെ കണ്ട്, നീ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട് ശ്വാസമൊക്കെ ആ സമയത്തൊക്കെ നല്ല രീതിയിൽ വിട്ട് കാണുമല്ലേ. നീ ഇപ്പം ഈ വഴി കൂടെ വാ, നമുക്ക് ചാടിയൊക്കെ പോവാം. വാ, ഇവിടെ ചടങ്ങ്. ഓക്കെ. ഓ, ഇവന്ത് ഇതുവരെ വരാത്തത്? എത്തി നീ. ഇപ്പോഴാണ് നീ എത്തിയത്. ഇഷ്ടപ്പെട്ടാ ഈ സ്ഥലം വെക്കാം. നമുക്ക് ഇനി വീട്ടിൽ പോവാം. അതൊക്കെ അത്രേ ഉള്ളൂ ഷിൻചാനെ, നമുക്ക് എപ്പോഴാണോ വരാം. നമുക്കിനി ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഡിഫൻഡർ വണ്ടിയിൽ നമുക്ക് വരാം, അല്ലെങ്കിൽ നമുക്ക് ലംബോർഗിനി കാറിൽ നമുക്ക് വരാം. നീ ഇപ്പോൾ വണ്ടി കയറി, പെട്ടെന്ന് വാ നീ. ഓക്കെ സാർ, നമ്മൾ ഷിൻചാനൊക്കെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഷിൻചാനൊക്കെ നല്ല സുഖത്തോടെ വണ്ടി പോവാണ്.
നമ്മൾ ആ വണ്ടിയുടെ അകത്തൊക്കെ ഉണ്ട് ഷിൻജാൻ. ഓക്കെ, നമുക്ക് നേരെ നമ്മളെ വീട്ടിലോട്ട് ലെറ്റ്സ് ഗോ ഗൈസ്. ഇത് ഞാൻ ഇങ്ങോട്ടൊക്കെ പോകണമെന്തോ വണ്ടിക്ക് കൺട്രോൾ പോലും കിട്ടണില്ല ഗൈസ്. അത് നമ്മൾ ഡോറൊക്കെ നല്ല രീതിയിൽ പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആ ഡോറൊക്കെ ഇനി ഓക്കെ ഗൈസ്, ഡോറെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. ഡോറൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ വീട്ടിലോട്ട് പോവാം ഗൈസ്. ഓക്കെ, വണ്ടി അങ്ങോട്ട് പോകണില്ല. ഇതാര് ഗൈസ്? നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആള്. ഇതാര് ഗൈസ്? ഇത് ഇവിടെ ഈ ലോസ് ആൻജൽസിൽ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ അവരെ. ഇത് പേരെ നമുക്ക് ജസ്റ്റ് നമുക്കൊരു വണ്ടി നമുക്ക് ഇറങ്ങിയിട്ടൊക്കെ കാര്യങ്ങൾ ചോദിക്കാം ഗൈസ്. അയ്യോ, ഇത് നിങ്ങളെ പേരെന്താ? നിങ്ങൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് കണ്ടിട്ടില്ലേക്കും. ഞാൻ ജനിച്ചത് തന്നെ 1875 ജനിച്ചത്. ഞാൻ ഈ ലോസ് ആൻജൽസ് തന്നെ ചുറ്റി നോക്കിക്കൊണ്ടേയിരുന്നു. എന്ത് 1875? അത് തന്നെ ഫ്രാങ്ക്ലിൻ, ഞാൻ 1875 ജനിച്ചത്. ഗായ്സ്, ഇവരെന്തൊരു ഗായ്സ് പറയണ 1875? അപ്പോഴത്തേക്ക് ചാവയുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇവർക്ക് ചാവള്ള സമയം കഴിഞ്ഞ് ഇവിടെ പ്രാതമാണെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പം നമ്മളെ വീട്ടിൽ പോവാം. ഷിൻജാനെ പിടിച്ചിരുന്നാൽ പോവാ നമുക്ക്. ആടാ, ഞാൻ പെട്ടെന്ന് പോവാം. നമ്മളെ വീട്ടിൽ പെട്ടെന്ന് പോവാം, അല്ലെങ്കിൽ ആ പ്രേതം നമ്മളെ പിടിക്കും. നമുക്ക് നമ്മളെ വീടെത്താറായിട്ടുണ്ട്. ഷിൻജാനെ പിടിച്ചിരുന്നോ? അയ്യോ. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമുക്ക് പോവാം ഗൈസ്. ആ ഡ്രസ്സ് തന്നെ എന്തൊരു ഗൈസ്, ബ്ലഡ്, അത്രയും ബ്ലഡ്. ഓക്കെ, എനിക്ക് അറിഞ്ഞൂടാ അതാരെന്ന് തന്നെ. ഗെയിം പോലെ കമല പോലെ തന്നെ നിൽക്കുന്ന ഗൈസ്. കമലയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പേര് പോലും വൃത്തിയായിട്ട് ചോദിച്ചില്ല. ഷിൻജാനെ ഇറങ്ങടാ. അതിൻ്റെ ഗൈസ്, അത്രയും നല്ല രീതിയിൽ ചോരയൊക്കെ നല്ല ദേഹത്ത് നല്ല ചോരയൊക്കെ പറ്റിയാണ് ആ സ്ത്രീയുടെ കയ്യിൽ നിൽക്കണം കേട്ടോ ഗൈസ്. അത്രയും ചോരയാണ്. വീട്ടിലൊക്കെ ഒന്നും വരാൻ സാധ്യത കുറവാണ്. നീ അവിടെ എന്തിനു കാണിക്കണം? നിനക്ക് ഇങ്ങോട്ട് കയറാനൊന്നും അറിഞ്ഞൂടെ? ഇങ്ങനെ കയറി വാടാ ഷിൻജാനെ. നിനക്ക് എന്തടേ? നീ 2-3 ദിവസമായല്ലേ വീട്ടിൽ വന്നിട്ട്. നീ കയറി വാങ്ങ്. നീ എന്തിനു? ഞാൻ വന്നാലേ ഇങ്ങോട്ട് വരുവൂടാ. നേരെ വാ. ആ, കുഴപ്പമില്ല. ഗൈസ്, പെട്ടെന്ന് ഇരുട്ടായി. ഷിൻജാനെ തന്നെ ഗൈസ്, പെട്ടെന്ന് ഇരുട്ടായി ഗൈസ്. ഇനി എന്ത് ചെയ്യും നമ്മള്? അയ്യോ, പ്രേതം കയറി വീട്ടിൽ വരുമെന്നും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇനി എന്ത് ചെയ്യും? പെട്ടെന്ന് ഇടിയും മിന്നലും മഴയും തുടങ്ങി ഗൈസ്. അയ്യോ ഷിൻജാനെ, ഇനി എന്ത് ചെയ്യും നമ്മള്? ഷിൻജാൻ, നീ എന്തിനു പേടിക്കണടാ? ഞാനില്ലേ നിൻ്റെ അവിടെ, നീ എന്തിനു പിന്നെ പേടിക്കണ ഗൈസ്? അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് പുറത്തോട്ടത്തൊക്കെ ജസ്റ്റ് ഇറങ്ങി നോക്കാം നമുക്ക് ഗൈസ്. നല്ല മഴ. ഷിൻജാനെ അവിടെ നിന്നോ മഴയത്തിറങ്ങിയാൽ പനി പിടിക്കും. അങ്ങനെ ലാസ്റ്റ് നമുക്ക് കൊണ്ടുപോകാനൊന്നും നമുക്ക് പറ്റത്തില്ല. വീട്ടിനകത്ത് നമുക്ക് വീട്ടിനകത്ത് തന്നെ കയറാം ഗൈസ്. ഓക്കെ, നമുക്ക് കയറാം. ഇതാര് ഗൈസ്? കമലേ? എടോ, ഇവരെ ഞാൻ നേരത്തെ കണി. നിങ്ങളെന്തിനാ എൻ്റെ വീട്ടിൽ വന്നത്? ഫ്രാങ്ക്ലിൻ കാക്ക, എനിക്ക് പേടിയാവണില്ല. ഇപ്പൊ പാവം കമല പാവം. ഷിൻജാന്, നീ എൻ്റെ കൈ വാങ്ങും കേട്ടോ. നീ ഓടിക്കോ. നിന്റെ ജീവൻ വേണമെങ്കിൽ നീ ഓടിക്കോ ഗൈസ്. ഓക്കെ ഗൈസ്. കമല ഗൈസ്, നമ്മൾ ഷിൻജാനൊക്കെ പറഞ്ഞല്ലേ. അപ്പം കമല ഷിൻജാനെ ഒന്നും ചെയ്യണില്ലല്ലോ. അപ്പം നമുക്കും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കമലയായിട്ട് ശാലം ആകാം കേട്ടോ ഗൈസ്. അതൊന്നും ഇനി വേറെ കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലടാ ഷിൻജാനെ? അത് തന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടാ. കമല ഒന്നും ചെയ്യണില്ല. എന്ത് കമല സംസാരിക്കാത്ത? എന്താ കമല? ഫ്രാങ്ക്ലിനെ, ഞാൻ പാവമാണ്. ഞാൻ ആരെയും കൊല്ലൊന്നും ഇല്ല. ഫ്രാങ്ക്ലിനൊന്നും ഞാൻ വീട്ടിൽ നിന്നോട്ടെ. ഫ്രാങ്ക്ലിന് എനിക്ക് ആരുമില്ല. ഫ്രാങ്ക്ലിൻ പ്ലീസ് ഫ്രാങ്ക്ലിനെ, നിങ്ങളെ വീട്ടിൽ ഞാൻ നിന്നോട്ടോ. എന്നാ നിങ്ങളാണെങ്കിൽ നിന്നോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ വീഡിയോസിലെല്ലാം കമല വേണമെങ്കിൽ ജസ്റ്റ്
കമന്റ് ബിലോ. അതിന് ജസ്റ്റ് കമന്റ് ബിലോ. സോ ഇന്നത്തെ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനുള്ള വെറൈറ്റി കിടക്കാച്ചി വീട്ടിലെടുക്കണം. ബൈ ആൻഡ് സീ യു.